നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം അമ്പലപ്പാറ കടമ്പൂരിൽ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ മോഷണം. സ്വർണവും വെള്ളിയും തങ്കവും അടക്കം 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ മോഷണം പോയി. RJ ജ്വൽസ് ആഭരണ നിർമ്മാണശാലയിലാണ് മോഷണം നടന്നത്. മദ്യവും മയക്കുമരുന്നുമാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന്റെ മുഖമുദ്രയെന്ന് VK ശ്രീകണ്ഠൻ MP. ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ കേരളം തകരുമെന്നും MP. വാഹന പരിശോധനയ്ക്കിടെ മോഷ്ടിച്ച ബൈക്കുമായി യുവാവ് ഒറ്റപ്പാലത്ത് പോലീസ് പിടിയിൽ. കോങ്ങാട് സ്വദേശി നൌഫിനാണ് പിടിയിലായത്. കോങ്ങാടും നൌഫിന്റെ പേരിൽ കേസുള്ളതായി പോലീസ്. പാലക്കാട് നിന്നും മണ്ണാർക്കാട്ടേക്കുള്ള ബസ്സുകൾ പാലക്കാട് മുനിസിപ്പൽ സ്റ്റാൻഡിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വീണ്ടും 2 മാസത്തേക്ക് സ്റ്റേ. ബസ്സുടമകളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. 2 മാസം കൂടി സ്റ്റേഡിയം സ്റ്റാൻഡിൽ തന്നെ വന്നു പോകണം. അന്തരിച്ച കോൺഗ്രസ് നേതാവ് PJ പൗലോസ് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാത്ത നേതാവെന്ന് KTDC അധ്യക്ഷൻ PK ശശി. മരണശേഷമാണെങ്കിലും ഇക്കാര്യം ചർച്ച ചെയ്യണം. PJ പൗലോസിന്റെ വസതിയിലെത്തി PK ശശി. തൂതപ്പുഴയിൽ മുങ്ങിത്താഴ്ന്ന പെൺകുട്ടിയെ രക്ഷിച്ച 22-കാരി ശ്രേയയ്ക്ക് അഭിനന്ദന പ്രവാഹം. തൂതപ്പുഴയിലെ ഏറ്റവും ആഴമേറിയ ഭാഗത്താണ് ശ്രേയ സാഹസികമായി 17-കാരിയെ രക്ഷിച്ചത്. ശ്രേയയുടെ ധീരതയ്ക്ക് നാടിന്റെയും ആദരം. വാർത്തകളിലേക്ക് വിശദമായി. ഒറ്റപ്പാലം അമ്പലപ്പാറ കടമ്പൂരിൽ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ മോഷണം. സ്വർണവും വെള്ളിയും തങ്കവും അടക്കം 5 ലക്ഷം രൂപയോളം മൂല്യമുള്ള സാധനങ്ങൾ കവർച്ച ചെയ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് മോഷണം നടന്നതെന്ന് പോലീസ് അറിയിച്ചു. കടമ്പൂർ വടക്കിനിപ്പുര വീട്ടിൽ രജീഷിന്റെ വീടിന്റെ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന RJ ജ്വൽസ് നിർമ്മാണശാലയിലാണ് മോഷണം നടന്നത്. നിർമ്മാണശാലയുടെ ഒരു ഭാഗത്തെ ജനലിന്റെ കമ്പി മുറിച്ച് അകത്ത് കടന്നാണ് മോഷ്ടാവ് സാധനങ്ങൾ അപഹരിച്ചിരിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു. നിർമ്മാണ ആവശ്യങ്ങൾക്കായി മുറിക്കുമ്പോൾ ബാക്കിയാകുന്നതിൽ നിന്നുൾപ്പെടെ 5 പവൻ സ്വർണം, 3.5 ഗ്രാം തങ്കം, 200 ഗ്രാം വെള്ളി എന്നിവയാണ് മോഷണം പോയത്. മേശവലിപ്പിലും മറ്റും ഉരുക്കാനായി സൂക്ഷിച്ച സ്വർണമാണ് കവർച്ച ചെയ്യപ്പെട്ടത്. മോഷ്ടാവ് അകത്തുകയറുന്നതിന്റെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചു. രജീഷിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മദ്യവും മയക്കുമരുന്നുമാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന്റെ മുഖമുദ്രയെന്ന് VK ശ്രീകണ്ഠൻ MP. ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ കേരളം തകരുമെന്നും MP പറഞ്ഞു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനജാഗരണ യാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. 5 പഞ്ചായത്തുകളിൽ 7 മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര നടക്കുന്നത്. ഈ 9 കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടി അധികാരത്തിൽ പോകുമ്പോ കേരളത്തിൽ എത്ര ബാർ ഉണ്ടായിരുന്നു അറിയോ? നിങ്ങൾക്ക് അറിയോ? ഓർമ്മയുണ്ടോ? 26 ബാർ. ആകെ കേരള സംസ്ഥാനത്ത് 26 ബാർ. ഈ ബീവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളുടെ സർക്കാർ സംവിധാനം 26 ബാർ ഉണ്ടായിരുന്നിടത്ത് ഇന്ന് എത്ര ബാർ ഉണ്ടെന്ന് കേരളത്തിൽ ആർക്കെങ്കിലും അറിയോ? ഇന്ന് കഴിഞ്ഞ മാസം 1-ാം തീയതി കണക്ക് പ്രകാരം ഈ 9 കൊല്ലം കൊണ്ട് 26-ൽ നിന്നും 942 ബാറായി കേരളത്തിൽ ബാറുകൾ മാറി. ബാർ അഴിമതി പറഞ്ഞാണ് അധികാരത്തിൽ വന്നത്. ഓർമ്മയുണ്ടല്ലോ? കോടികളുടെ അഴിമതി നടന്നു. ആ ബാറ് പൂട്ടിയപ്പോൾ ഒരുപാട് പേര് എതിരായി. അങ്ങനെ വോട്ട് കുറഞ്ഞു. UDF തോറ്റു, ഉമ്മൻചാണ്ടി തോറ്റു. അന്ന് 26 ബാറ് അഴിമതിയുടെ പേരിൽ, ബാർ കോഴയുടെ പേരിൽ അധികാരത്തിൽ വന്ന ആളുകൾ 9 വർഷം കഴിഞ്ഞപ്പോ 942 ബാറുകൾ കേരളത്തിൽ. ഇനി ഏതാനും പഞ്ചായത്ത് കൂടിയാണ് ബാർ ഇല്ലാത്തത്. അപ്പൊ അതുകൊണ്ടാണ് കാസർഗോഡുകാര് അവിടുത്തെ ഒരു പഞ്ചായത്ത് ലോക്കൽ കമ്മിറ്റി മീറ്റിംഗിൽ അവർക്കൊരു ബാർ വേണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. അപ്പൊ ഈ സർക്കാരിന്റെ മുഖമുദ്ര എന്താ? എല്ലായിടത്തും ബാർ കുടിച്ചു മറഞ്ഞുകൊള്ളുക. പോരാത്തതിന് മയക്കുമരുന്ന് വ്യാപകം. ഈ സമൂഹം ആകെ ദ്രവിച്ചില്ലാതാകും. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടമാണ് ജാഥ ക്യാപ്റ്റൻ. അതാത് മണ്ഡലത്തിൽ ഉപക്യാപ്റ്റൻ, മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവർ പങ്കുചേർന്നു. യോഗത്തിൽ കരിമ്പുഴ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P മോഹനൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ, കരിമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ, DCC സെക്രട്ടറി ഓമന ഉണ്ണി, P സ്വാമിനാഥൻ, UDF ഒറ്റപ്പാലം നിയോജക മണ്ഡലം ചെയർമാൻ P ഗിരീശൻ, K ബാലകൃഷ്ണൻ, K രാമകൃഷ്ണൻ, കൊമ്പത്ത ഭാസ്കരൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റന് MP പതാക കൈമാറി. ഒറ്റപ്പാലത്ത് വാഹന പരിശോധനയ്ക്കിടെ മോഷ്ടിച്ച ബൈക്കുമായി യുവാവ് പിടിയിൽ. കോങ്ങാട് സ്വദേശി നൌഫിനാണ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഒറ്റപ്പാലം RS റോഡ് പരിസരത്ത് നിന്നും ഒറ്റപ്പാലം സ്വദേശിയുടെ ബൈക്ക് മോഷണം പോയത്. പോലീസ് അന്വേഷണം നടത്തി വരവെ കണ്ണിയമ്പുറത്ത് നടന്ന വാഹന പരിശോധനയ്ക്കിടെ മോഷ്ടിച്ച ബൈക്കുമായി യുവാവ് പിടിയിലാവുകയായിരുന്നു. മോഷ്ടിച്ച ബൈക്കുമായി ഷൊർണൂരിലേക്ക് പോയി പാലക്കാട്ടേക്ക് പോകുന്നതിനിടെയാണ് പോലീസിന്റെ പിടിയിലായത്. കേസിൽ കോങ്ങാട് കോലാർകുന്ന് വീട്ടിൽ നൌഫിനെ
പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ പേരിൽ കോങ്ങാട് സ്റ്റേഷൻ പരിധിയിലും കേസുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മണ്ണാർക്കാട് പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് 2 മാസത്തേക്ക് വീണ്ടും സ്റ്റേ. ഈ ആവശ്യം ഉന്നയിച്ച ബസ് ഉടമകൾക്ക് നേരത്തെ ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചിരുന്നു. ഇതിന്റെ കാലാവധി തീർന്നതോടെയാണ് വീണ്ടും കോടതിയെ സമീപിച്ചത്. പാലക്കാട്ടെ ട്രാഫിക് പരിഷ്കാരത്തിന്റെ ഭാഗമായി മണ്ണാർക്കാട് പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ പുറപ്പെടുന്നതും എത്തിച്ചേരുന്നതും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റിയിരുന്നു. ഇത് മണ്ണാർക്കാട് നിന്നുള്ള സ്വകാര്യ ബസ് യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ പ്രയാസമുണ്ടാക്കിയിരുന്നു. മണ്ണാർക്കാട് ബസ്സിൽ വരുന്നവർ സിവിൽ സ്റ്റേഷനിലേക്കും സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്കും പോകേണ്ടവർ വേറെ വാഹനം പിടിക്കേണ്ട സ്ഥിതിയാണ് ഈ പരിഷ്കാരം മൂലം ഉണ്ടായത്. കടകളിലും മറ്റും ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ജീവനക്കാർക്ക് ജോലി സ്ഥലത്തെത്താൻ 2 ബസ് ചാർജ് നൽകേണ്ടതായും വന്നു. ഇത്തരം പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഉടമകൾ കോടതിയെ സമീപിച്ചത്. മണ്ണാർക്കാട് നിന്ന് 27 സ്വകാര്യ ബസ്സുകളാണ് പാലക്കാട്ടേക്ക് സർവീസ് നടത്തുന്നത്. 2 മാസം കൂടി സ്റ്റേഡിയം സ്റ്റാൻഡിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാനാണ് കോടതി അനുമതി നൽകിയിരിക്കുന്നത്. അന്തരിച്ച കോൺഗ്രസ് നേതാവ് PJ പൗലോസ് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാത്ത നേതാവാണെന്ന് KTDC അധ്യക്ഷൻ PK ശശി പറഞ്ഞു. PJ പൗലോസിന്റെ മണ്ണാർക്കാട്ടെ വസതിയിൽ എത്തിയതായിരുന്നു അദ്ദേഹം. വയസ്സായാലും താങ്ങാൻ പറ്റില്ല, ചെറുപ്പമാണ്. മരണം നമുക്ക് താങ്ങാൻ പറ്റില്ല, പക്ഷേ നമുക്ക് സഹിച്ചില്ലേ പറ്റൂ. അതിജീവിക്കുക എന്നുള്ളത്, പിടിച്ചു നിൽക്കുക എന്നുള്ളതും അതിജീവിക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അതിനുവേണ്ടി സ്വയം തയ്യാറാവുക എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. 10 മണി കഴിഞ്ഞ് ചങ്കിൽ തിരുമിച്ച് പുറം തിരുമിച്ച് ഒരു അസ്വസ്ഥതയും അപ്പോൾ എന്നോട് പറഞ്ഞു ആംബുലൻസ് വിളിക്കും. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. അപ്പം ബോബിയോട് വിളിച്ചു പറഞ്ഞാൽ അവൻ ആംബുലൻസ് കൊണ്ട് വന്ന ആംബുലൻസിലൂടെ നിന്ന് നടന്ന് ആൾക്കാരെ കയറി. അപ്പം ഓക്സിജൻ കിട്ടുന്നില്ല. ആംബുലൻസ് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കണം. അംഗീകാരം ലഭിക്കാത്തതിൽ അദ്ദേഹത്തിന് സ്വകാര്യ ദുഃഖമുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ മരണശേഷവും ഇക്കാര്യം ചർച്ച ചെയ്യണം. ഇത് തന്റെ അഭിപ്രായമാണ്. പൊതുസമൂഹത്തിന് വേണ്ടി മുഴുവൻ സമയവും പ്രവർത്തിച്ചയാളാണ് PJ. ഉറച്ച കോൺഗ്രസുകാരനാണെങ്കിലും അതിരുകളില്ലാത്ത സൗഹൃദത്തിന് ഉടമയായിരുന്നു പൗലോസ് എന്നും PK ശശി പറഞ്ഞു. എൻ്റെ അക്കാഡമിക് പീരീഡിലാണ് ഞാൻ പൗലോസ് ചേട്ടനായിട്ട് പരിചയപ്പെടുന്നത്. എൻ്റെ അക്കാഡമിക് പീരീഡിൽ മണ്ണാർക്കാടിൻ്റെ പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിൽ പൊതുവായും രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്ന സാന്നിധ്യമായിരുന്നു PJ എന്ന് പറയുന്ന 2 അക്ഷരം യഥാർത്ഥത്തിൽ ഒരു വലിയ, ആ കാലഘട്ടത്തിലൊരു കരുത്തിൻ്റെയും ഒരു ആത്മവിശ്വാസത്തിൻ്റെയും ഒക്കെ തന്നെ പ്രതീകമായി. നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവായിരിക്കുമ്പോൾ എല്ലാവരുമായിട്ടുള്ള വ്യക്തിപരമായ സൗഹൃദം നിലനിർത്തി പോകുന്നതിൽ എന്നും ശ്രദ്ധ ചെലുത്തിയിരുന്ന ഒരാളാണ് PJ. ആ സൗഹൃദ ബന്ധത്തിന് അതിരുകളില്ലാത്ത വളരെ വിപുലവും വിശാലവുമായ ബന്ധത്തിൻ്റെ ഉടമയായിരുന്നു PJ. അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന പരിഗണന, അദ്ദേഹത്തിന് അർഹതപ്പെട്ട പരിഗണന ലഭിക്കാതെ പോയി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. അത് ലഭിക്കാതെ പോയി. ആ കാര്യത്തിൽ അദ്ദേഹത്തിന് സ്വകാര്യ ദുഃഖമുണ്ടായിരുന്നു എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ അദ്ദേഹവുമായിട്ടുള്ള അടുപ്പമുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്കതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ വലിയ ദുഃഖമാണ് എനിക്കുള്ളത്. A മുതൽ Z വരെ അദ്ദേഹം രാഷ്ട്രീയ നേതാവും സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ നിറഞ്ഞു വന്നയാളുമായിരുന്നു. ആ നിലയിലുള്ളൊരു പരിഗണനയും അംഗീകാരവും ലഭിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ളത് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷവും ഒരു വലിയ ചോദ്യചിഹ്നമായി. പൗലോസ് മരിക്കുമ്പോൾ താൻ സ്ഥലത്തുണ്ടായിരുന്നില്ലെന്നും ഈ കുടുംബത്തോടൊപ്പം എന്നും ഉണ്ടാകുമെന്നും PK ശശി പറഞ്ഞു. PJയുടെ ഭാര്യ ലീലാമ്മ, മകൾ മിനി എന്നിവരെ ആശ്വസിപ്പിച്ചാണ് ചെയർമാൻ മടങ്ങിയത്. തൂതപ്പുഴയിൽ മുങ്ങിത്താഴ്ന്ന പെൺകുട്ടിയെ രക്ഷിച്ച 22-കാരി ശ്രേയയ്ക്ക് അഭിനന്ദന പ്രവാഹം. ഒഴുക്കിൽപ്പെട്ട് 4 പേരുടെ മരണത്തിനിടയാക്കിയ
തൂതപ്പുഴയിലെ ഏറ്റവും ആഴമേറിയ വെട്ടിച്ചുരുക്കിലാണ് ശ്രേയ 17-കാരിയെ രക്ഷിച്ചത്. തൂത അമ്പലക്കുന്ന് യൂത്ത് വിംഗ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ അനുമോദിച്ചു. നജീബ് കാന്തപുരം MLA അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ബന്ധുവീട്ടിൽ വന്നതായിരുന്നു ശ്രേയ. ഈ സമയത്താണ് പുഴയിൽ നിന്നും നിലവിളി കേൾക്കുന്നത്. ബന്ധുക്കളോടൊപ്പം കുളിക്കാൻ പുഴയിൽ ഇറങ്ങിയ 17-കാരി ഒഴുക്കിൽപ്പെടുകയായിരുന്നു. പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നവർ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഓടിയെത്തിയ ശ്രേയ തന്റെ ജീവൻ പണയപ്പെടുത്തി പുഴയിലേക്ക് ചാടി 17-കാരി നാജിയയെ രക്ഷിക്കുകയായിരുന്നു. എൻ്റെ കസിൻ്റെ അടുത്തേക്ക് പോയതാണ്. അപ്പോഴാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടിയിൽ നിന്നൊരു രക്ഷിക്കണേ എന്നുള്ള ശബ്ദം മാത്രം കേൾക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് തമാശയ്ക്കാന്നുള്ളതാണ്. പിന്നീട് നോക്കുമ്പോഴാണ് അടിയിലേക്ക് നോക്കുമ്പോഴാണ് ഒരു കുട്ടി മുങ്ങുന്നത് മാത്രം ഞങ്ങൾ കണ്ടത്. അതിൽ പിന്നെ ഞാൻ വേഗം വണ്ടി ചെന്ന് എല്ലാവരും നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ ആ കുട്ടി മുങ്ങുന്നത് കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ പിന്നെ ഞാൻ എൻ്റെ ജീവനും കൂടി നോക്കാതെ ഞാനെടുത്ത് ചാടുകയാണ് ചെയ്തത്. എനിക്ക് നീന്തൽ അറിയുന്നത് കൊണ്ടാണ് ഞാൻ ചാടിയതും അവളെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് എനിക്ക് അവളെ രക്ഷിക്കാൻ പറ്റിയത്. ഞാൻ അങ്ങനെ എടുത്ത് ചാടിയും കൊണ്ടാണ് അവളെടുത്ത് ചാടി മരണവെപ്രാളത്തിൽ വേഗം എന്നെ പിടിച്ചു. അവൾ പറ്റ താഴാൻ നിൽക്കുകയായിരുന്നു. എന്തൊരു ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭാഗ്യമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റി. അവൾക്കും എനിക്കും ആയുസുള്ളതുകൊണ്ട് ഞങ്ങളിപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നു. അതാണ് ഉണ്ടായത്. തൂതപ്പുഴയിലെ ഏറ്റവും ആഴമേറിയ വെട്ടിച്ചുരുക്കിൽ മുമ്പ് വ്യത്യസ്ത സംഭവങ്ങളിൽ 4 പേരാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. അപകടം പതിയിരിക്കുന്ന പുഴയുടെ ഈ ഭാഗത്തു നിന്നാണ് ശ്രേയ നാജിയയെ രക്ഷിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. രക്ഷപ്പെടുത്താൻ കഴിയണില്ല. കുറച്ചുപാട് ഒളിങ്ങനെ ഒഴുകി പോവാണ്. ലാസ്റ്റ് ഘട്ട ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ആ ഭാഗത്ത് പട്ടിച്ചുരുക്കിൻ്റെ ഭാഗത്ത് ഒരാളുണ്ടായിരുന്നു. അപ്പം അയാൾ അവിടെ നീന്തി കഷ്ടപ്പെട്ട് വരുന്നുണ്ട്. ഒരുപാട് പോരാണ്ട്, കുറച്ച് ദൂരമാണെങ്കിലും പക്ഷേ എത്തിപ്പെടുന്നില്ല. അതിൽ പിന്നെ ഞങ്ങളും കൂടെ വന്നിട്ട് ഞാനും ചാടി, ഇവിടെ ഉമ്മയും ചാടിയോട് കൂടെ ഞങ്ങൾ ഒഴിക്കില്ല, ഞങ്ങളും പോവാണ്. ചേറിൽ ഞങ്ങളും പെട്ടുപോയി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. പിന്നെ അപ്പോഴാണ് ഇവൾ ഓടി വന്നങ്ങാണ്ട് ഞങ്ങൾ ബാക്കിൽ നിന്ന് ചാടി വന്ന് രക്ഷപ്പെടുത്തിയത്. ആ ചാടി രക്ഷപ്പെടുത്തി അവളെ കയ്യിൽ സേഫാണെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ കൺമുന്നിൽ വെച്ചിട്ടാണ് ഞങ്ങളൊരു മോള് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അത്രത്തോളം ഞങ്ങൾ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇതായിക്കണം. തൂത അമ്പലക്കുന്ന് കണ്ടപ്പാടി വീട്ടിൽ കൃഷ്ണനുണ്ണി ശ്രീലത ദമ്പതികളുടെ മകളായ ശ്രേയ JB ഫാർമയിലെ മെഡിക്കൽ റപ്പാണ്. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രേയ കാണിച്ച ധീരതയെ നാട് അനുമോദിച്ചു. അഭിനന്ദന പ്രവാഹമാണ് ശ്രേയക്ക്. അമ്പലക്കുന്ന് യൂത്ത് വിംഗ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ശ്രേയയെ അനുമോദിച്ചു. അനുമോദന ചടങ്ങ് നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. ക്ലബിന്റെ ഉപഹാരം നജീബ് കാന്തപുരം MLA സമർപ്പിച്ചു. രക്ഷപ്പെട്ട നാജിയയുടെ കുടുംബവും ഉപഹാരം നൽകി. നാജിയ തന്നെ ശ്രേയയെ ഉപഹാരം നേരിട്ടേൽപ്പിച്ചു. ചെറിയ ചെറിയ കാര്യങ്ങൾ ആയിരിക്കാം നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നത്, പക്ഷേ അതൊരാളുടെ ജീവിതത്തിൽ എങ്ങനെ അതിനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ്, ഞങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും ചിന്തിക്കും എത്ര ചെറിയ കാര്യമായിരിക്കും നമുക്കത്, പക്ഷേ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഒരു മനുഷ്യന്റെ ജീവനായിരിക്കും, ജീവിതമായിരിക്കും. അപ്പൊ അങ്ങനെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നവരാക്കി നമുക്ക് മാറാൻ കഴിയണം. കണ്ടപാട് തന്നെ ഈ വിഷയത്തിൽ ചാടി പുറപ്പെട്ട്, കാരണം ഒരു ഭയവും ഇല്ലാതെ, ഒരു ആശങ്കയില്ലാതെ തൻ്റെ ജീവനേക്കാൾ, ഇതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യൻ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, അവനവന് വേണ്ടിയല്ല നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നുള്ളത്. ഇതൊരു വലിയ മെസ്സേജാണ്. ആ മെസ്സേജിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യവും നമ്മളുടെ ജീവിതം കൊണ്ട് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ ഔന്നത്യം ആർക്കെങ്കിലും ജീവൻ കൊടുക്കാൻ കഴിയുക എന്നതാണ്, ജീവിതം കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം CP ഹംസകുട്ടി, മുനീർ പാണക്കട, KN ഹനീഫ, അമീൻ ശീലത്ത്, ഗോപാലൻ കണ്ടപ്പാടി, N അഷ്റഫ്, അംഗനവാടി ടീച്ചർ സിന്ധു കല്ലിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. 30-ാം തീയതി നടന്നൊരു സംഭവം ശ്രേയ ഇത് നമ്മുടെ നാട്ടുകാരെ മുഴുവൻ അറിയിക്കണം എന്ന രീതിയിലല്ല പ്രസന്റ് ചെയ്തത്. അവിടെ നിഷ്കളങ്കമായ ഒരു സന്തോഷം, അവരുടെ അച്ഛൻ അയച്ചൊരു വോയിസ്, 5 മിനിറ്റ് 19 സെക്കൻഡുള്ള ഒരു വോയിസ്, ആ അച്ഛൻ കേട്ടതിന് ശേഷം ആ അച്ഛൻ ഇത് ആദ്യം ആശങ്കപ്പെട്ടെങ്കിലും പിന്നീട് അത് നമ്മുടെ ഫൈസൽ താഴത്തെ ഫൈസലിന് അയച്ചു കൊടുക്കുകയും ഫൈസൽ ഇത് നാടിനെ അറിയിക്കുകയും ആ രീതിയിൽ നാടും നമ്മുടെ ക്ലബും നാട്ടുകാരും മുഴുവൻ ഏറ്റെടുത്ത് ഇതിന്റെ ഒരു
ആ ഒരു 5 മിനിറ്റ് വോയിസ് കേട്ടവർക്കറിയാം എത്ര ഭീകരമായിട്ടാണ് ആ ഒരു സംഭവം, ആ ഒരു നിമിഷങ്ങൾ കടന്നു പോയത് എന്ന്. നമുക്ക് ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ജീവനുകൾ എടുത്ത കാര്യമാണ് നമ്മുടെ വീട്ടിൽ. അതിൽ യൂത്ത് വിംഗ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികളായ ഉസ്മാൻ കണിയാറാട്ടിൽ, സലീം ഏലങ്ങാടി, ഷെരീഫ് വെള്ളൂർക്കാവിൽ, സജിത് ആലിക്കൽ, ശ്യാം തയ്യോട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. അവിടെ നിൽക്കണതില് എനിക്കത് രക്ഷിക്കാൻ പറ്റി, അത് വലിയൊരു പുണ്യമായി പോയി. എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ വലിയൊരു പുണ്യം ഞാൻ ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഭയങ്കര സന്തോഷിക്കുന്നു. താങ്ക് യു എല്ലാവരോടും ഒരുപാട് നന്ദി, മനസ്സുകൊണ്ട് പറയണ ഒരുപാട് നന്ദി. നമ്മളുള്ള കോൺഫിഡൻസിൽ നമുക്ക് ഒരാളെ രക്ഷിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഒന്നും തോന്നില്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലും കഴിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ മുന്നോട്ട് കാണിക്കുക. ഇപ്പം നീന്തലിനുള്ളൊരു വലിയൊരു കഴിവ് ദൈവം തന്നുകൊണ്ട് മാത്രമാണ്, എനിക്ക് പുഴയെന്നുള്ളൊരു കാര്യം അറിയുന്നതുകൊണ്ട് മാത്രമാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത്. നമുക്ക് ഇങ്ങനെ ഒരു ജീവൻ രക്ഷിക്കുക പറഞ്ഞാൽ ഒരു വലിയൊരു ഭാഗ്യമാണത്. നമുക്ക് ഓരോരുത്തരുടെയും, നമുക്ക് എത്രയോ സംഭവങ്ങൾ നമ്മൾ ന്യൂസിൽ കാണുന്നതാണ്. പക്ഷെ ഇങ്ങനൊരു കാര്യം നമ്മൾ ഓരോ ആൾക്കാരും നമ്മുടെ ഇത് നോക്കിയിട്ട് നമുക്കുള്ള കഴിവ് വെച്ചിട്ട് നമുക്ക് ഒരാളെ ഓരോരുത്തരെയും നമുക്ക് ഇങ്ങനെ ആരും പെടാതിരിക്കട്ടെ. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മുന്നിട്ട് ഇറങ്ങിയിട്ട് അവരെ രക്ഷിക്കാനും അവരൊരു ജീവിതം മുന്നോട്ട് കൊടുക്കാനുള്ള വഴി നമ്മൾ തെളിയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എല്ലാവർക്കും. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. പക്ഷെ ഇങ്ങനെ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും മുന്നിട്ട് ഇറങ്ങാനുള്ള കോൺഫിഡൻസ് വെച്ചിട്ട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുക എന്നുള്ളതാണ്. വോട്ട് കൊള്ളയ്ക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊപ്പത്ത് സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി. മുൻ MLA CP മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൊപ്പം ടൗണിൽ വോട്ട് കൊള്ളയ്ക്കെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തിയത്. വോട്ട് കൊള്ളയിലൂടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള സംഘപരിവാർ ഭരണകൂടത്തിന്റെ ശ്രമങ്ങളെ കോൺഗ്രസ് ചെറുത്തു തോൽപ്പിക്കുമെന്നും ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടവുമായി കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും ഉദ്ഘാടനം ചെയ്ത CP മുഹമ്മദ് പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് M രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ C സംഗീത, കമ്മക്കുട്ടി എടത്തോൾ, DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് രാമദാസ്, AP രാമദാസ്, KR നാരായണസ്വാമി, EK മുഹമ്മദ് കുട്ടി, ഗീതാ മണികണ്ഠൻ, ജിതേഷ് മോഴിക്കുന്നത്ത്, നീലടി സുധാകരൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ TK ഷുക്കൂർ, മുഹമ്മദ് നൂറുദ്ദീൻ, AK മുസ്തഫ, ഹമീദ് പാറക്കൽ, സജീവ് ഇളയൂർ, കബീർ മുതല, ഉമ്മർ കിഴായൂർ, ബാബു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. നട്ടലിന് ക്ഷതം സംഭവിച്ച് കിടപ്പിലായവർക്ക് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പീപ്പിൾസ് ഫൗണ്ടേഷൻ നടപ്പാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയുടെ സംസ്ഥാനതല പ്രഖ്യാപനവും കുടുംബസംഗമവും 4-ന് 3 മണിക്ക് കുന്തിപ്പുഴ കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓരോരുത്തർക്കും അനുയോജ്യമായ സ്വയം തൊഴിലുകളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇതിനാവശ്യമായ പരിശീലനവും സാമ്പത്തികം ഉൾപ്പെടെ ആവശ്യമായ മറ്റു സഹായങ്ങളും നൽകും. BK ശ്രീകണ്ഠൻ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. N ഷംസുദ്ദീൻ MLA പദ്ധതി പ്രഖ്യാപിക്കും. പീപ്പിൾസ് ഫൗണ്ടേഷൻ സെക്രട്ടറി ഉമ്മർ ആലത്തൂർ പദ്ധതി വിശദീകരിക്കും. ജമാഅത്ത് ഇസ്ലാമിയുടെ കീഴിലെ NGO ആണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ. പല സ്കീമുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലൊന്നാണ് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നതായിട്ടുള്ള ഒരു ഹൗസിംഗ് പ്രോജക്റ്റ് നടത്തുന്നുണ്ട്. അതുപോലെ സ്കോളർഷിപ്പ്, ഹയർ എഡ്യൂക്കേഷനിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വയം തൊഴിലിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡി-അഡിക്ഷൻ ക്യാമ്പ്, മെഡിക്കൽ ആൻഡ് കൗൺസിലിംഗ് സെൻറ്റർ, പെയിൻ ആൻഡ് പാലിയേറ്റീവ്. പ്രധാനമായിട്ടും മൈക്രോ ഫിനാൻസ് ഒരു സംവിധാനം നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണാർക്കാട് മൈക്രോ ഫിനാൻസ് അത്യാവശ്യം ഇതിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതിൽപ്പെട്ട ഒന്നാണ് പാരാപ്ലീജിയയുടെ ഉയരെ എന്നുള്ള ഒരു പരിപാടി. ഉയരെ എന്നുള്ള പരിപാടി എന്നാൽ പാരാപ്ലീജിയ നമുക്കറിയാം, ഇവർ നട്ടലിന് താഴെ നട്ടത്തിന് ക്ഷതേൽപ്പിച്ച് താഴെ മൂവ് ചെയ്യാൻ പറ്റാത്തുള്ള രോഗികളാണ് ഈ പാരാപ്ലീജിയ എന്ന് പറയുന്നത്. മണ്ണാർക്കാട് ഏരിയ കോർഡിനേറ്റർ C അഹമ്മദ് സയീദ്, പ്രോഗ്രാം കൺവീനർ മുഹമ്മദ് പാക്കത്ത്, സുബൈർ പടുവിൽ, C അഷ്റഫ്, അലവി തിരുവിഴാങ്കുന്ന് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ നടപ്പാക്കി വരുന്ന ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ദശവാർഷിക സംഗമം ശനിയാഴ്ച നടക്കും. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി സംഗമം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓങ്ങല്ലൂർ പഞ്ചായത്ത് കഴിഞ്ഞ 10 വർഷമായി വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കി വരുന്ന ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ
ജ്യോതിസ് ദശവാർഷിക സംഗമവും എക്സ്പോയുമാണ് ഒക്ടോബർ 4 വാടാനാകുറിശി ബ്ലൂ ഡയമണ്ട് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. സംഗമത്തിന്റെ ഭാഗമായി എക്സ്പോ, കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും. രാവിലെ 9:30 മുതൽ ആരംഭിക്കുന്ന സംഗമം മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷനാകും. ആദരം, പദ്ധതി വിശദീകരണം, ജ്യോതിസ് പദ്ധതിയിലൂടെ വിദ്യാലയങ്ങളിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളുടെ അവതരണങ്ങൾ, കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ, സ്കൂളുകൾക്കുള്ള സ്പോർട്സ് കിറ്റുകളുടെ വിതരണം എന്നിവ ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TP രജീഷ്, സ്ഥിരസമിതി അധ്യക്ഷ ജലജ ശശികുമാർ, ജ്യോതിസ് കോർഡിനേറ്റർ P നാരായണൻ, വാടാനാകുറിശി GLP സ്കൂൾ പ്രധാനാധ്യാപിക KP ശോഭന എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോവലൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 10 വർഷമായി നടപ്പിലാക്കി വരുന്ന തനത് വിദ്യാഭ്യാസ പദ്ധതിയായ ജ്യോതിഷ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ദശവാർഷിക സംഗമവും എക്സ്പോയും 2025 ഒക്ടോബർ 4 രാവിലെ 9:30 വാടാനാകുറിശി ബ്ലൂ ഡയമണ്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട പട്ടാമ്പി MLA ശ്രീ മുഹമ്മദ് മുഹസിന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, വായനശാല പ്രതിനിധികൾ, പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി അംഗങ്ങൾ, ജ്യോതിസ് അക്കാദമിക് സമിതി അംഗങ്ങൾ, പഞ്ചായത്തിലെ 11 സ്കൂളുകളിൽ നിന്നും കുട്ടികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരുടെ പ്രതിനിധികൾ, അംഗനവാടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുന്ന പരിപാടിയിൽ കഴിഞ്ഞ 10 വർഷമായി ജ്യോതിസ് അനുഭവങ്ങൾ ഒരേ സ്കൂളുകളിലും സൈഡ് വീഡിയോ പ്രസന്റേഷൻ അവതരിപ്പിക്കുന്ന ജ്യോതിഷ് പരിപാടികളിൽ കുട്ടികൾ അവതരിപ്പിക്കുന്ന ചില ഇനങ്ങളും സ്റ്റേജ് ചെയ്യുന്നു. ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള CITU പാലക്കാട് ജില്ലാ സമ്മേളനം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലെ BS അച്യുതാനന്ദൻ നഗറിൽ വെച്ച് നടന്നു. CITU ജില്ലാ സെക്രട്ടറി M ഹംസ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സമ്മേളനം സിന്ദാബാദ്, ജില്ലാ സമ്മേളനം സിന്ദാബാദ്, CITU സിന്ദാബാദ്, CITU സിന്ദാബാദ്, CITU സിന്ദാബാദ്. നിങ്ങൾക്ക് ഒരു തൊഴിലാളി സംഘടന പ്രവർത്തിക്കണമെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംഘടന പ്രവർത്തിക്കുന്നത് പോലെ തൊഴിൽ മേഖലയിൽ ഒരു സംഘടനക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. നമുക്ക് യുവജന പ്രസ്ഥാനം ഉണ്ട്, വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ട്, കർഷക പ്രസ്ഥാനമുണ്ട്, കർഷക തൊഴിലാളി പ്രസ്ഥാനമുണ്ട്. ഇങ്ങനെ ഒന്നുമല്ല ട്രേഡ് യൂണിയനുകൾ. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം പ്രവർത്തിക്കണമെങ്കിൽ ട്രേഡ് യൂണിയൻ ആക്ടിന് വിധേയമായിട്ട് പ്രവർത്തിക്കണം. അവർക്ക് ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ച് തൊഴിലാളി സംഘടന ലേബർ ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്യപ്പെടണം. സംഘടന ജില്ലാ പ്രസിഡന്റ് K പ്രേംകുമാർ MLA അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ P അരവിന്ദാക്ഷൻ, CPM ഏരിയ സെക്രട്ടറി K ജയദേവൻ, CITU ഡിവിഷൻ പ്രസിഡന്റ് PK ശശിധരൻ, CPM ഏരിയ കമ്മിറ്റി അംഗം M മോഹനൻ, ജില്ലാ പഞ്ചായത്ത് അംഗം K ശ്രീധരൻ, CPI ലോക്കൽ സെക്രട്ടറി MK ദേവി, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി P സുധാകരൻ പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന ട്രഷറർ C സുധീർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. വയർമെൻ, സൂപ്പർവൈസർ എന്നീ സാങ്കേതിക തൊഴിൽ പരിജ്ഞാനമുള്ള തൊഴിലാളികളെ വൈദ്യുതി ബോർഡിൽ ലൈൻമാൻ തസ്തികയിലേക്ക് നിയമിക്കുന്നതിന് സംവരണം ഏർപ്പെടുത്താൻ സർക്കാർ തയ്യാറാവണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളായി സെക്രട്ടറി P സുധാകരൻ, പ്രസിഡന്റ് K പ്രേംകുമാർ, ട്രഷറർ N സുരേഷ് എന്നിവരെ തെരഞ്ഞെടുത്തു. ലക്കിടി മൂളഞ്ഞൂർ ഭഗവതിക്കടവ് പാലവും അപ്രോച്ച് റോഡും നാടിന് സമർപ്പിച്ചു. K പ്രേംകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1.20 കോടി രൂപ ചെലവഴിച്ച് പാലവും 18 ലക്ഷം രൂപ ചെലവഴിച്ച് മംഗലം മുതൽ പാലം വരെ അപ്രോച്ച് റോഡിൻ്റെയും പ്രവൃത്തികളാണ് പൂർത്തീകരിച്ചത്. പാലത്തിൻ്റെയും അപ്രോച്ച് റോഡിൻ്റെയും ഉദ്ഘാടനം K പ്രേംകുമാർ MLA നിർവഹിച്ചു. ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് അധ്യക്ഷനായി. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ്, ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CA നസ്രീൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ P വിജയകുമാർ, K ഹരി, ദേവി, വാർഡ് മെമ്പർ C അനിൽകുമാർ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവ് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹരിതകർമ്മസേന അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നാട്ടുകൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് മെഗാ ക്ലീനിംഗ് ഡ്രൈവ് നടത്തിയത്.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. നമ്മുടെ രാജ്യത്ത് പലപ്പോഴും അതിൻ്റെ ഗാന്ധിയൻ ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും ഗാന്ധിജിയെ തന്നെയും തമസ്കരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെ രാജ്യം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിനം കൂടുതൽ ജനങ്ങളിലേക്ക് ഗാന്ധിയുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും എത്തിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ജനപ്രതിനിധികൾ എന്നല്ല എല്ലാ വിഭാഗം ആളുകൾക്കുമുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാർവതി ഹരിദാസ് അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ AK വിനോദ്, EN നവാസ്, ജയച്ചൈമാരായ P പ്രിയൻ, U അസീന, ഗ്രീൻ ബോംബ്സ് കോർഡിനേറ്റർ റാഷിദ്, ഹരിത കർമ്മസേനാംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രശസ്ത സംഗീതജ്ഞനായ TM കൃഷ്ണ ഒക്ടോബർ 5 ഞായറാഴ്ച പട്ടാമ്പി കൊടുമുണ്ടയിൽ സംഗീത കച്ചേരി അവതരിപ്പിക്കും. കൊടുമുണ്ടയിലെ കുഞ്ഞൻ നായർ സ്മാരക വായനശാലയും ഉദ്ഭുത കേരളം വിജ്ഞാന കേന്ദ്രവുമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയിലേക്ക് സംഗീതപ്രിയരെ സ്വാഗതം ചെയ്യുന്നതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സാമൂഹിക, സാഹിത്യ, കലാരംഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടത്തിവരുന്ന പട്ടാമ്പി കൊടുമുണ്ട കുഞ്ഞൻ നായർ സ്മാരക വായനശാല അത്തരം പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഒക്ടോബർ 5 TM കൃഷ്ണയുടെ സംഗീത കച്ചേരി സംഘടിപ്പിച്ചിട്ടുള്ളത്. വൈകിട്ട് 5 മണിക്കാണ് പരിപാടി. ഈ സംഗീത സദസ്സിന് മുന്നോടിയായി TM കൃഷ്ണയും ഡോക്ടർ MV നാരായണനും തമ്മിൽ ഒരു സംഭാഷണവും സംഘടിപ്പിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു. ലോകപ്രശസ്തനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കേൾക്കാനും അദ്ദേഹത്തെ കാണാനും ധാരാളം ആളുകൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ തന്നെ അകത്തുനിന്നും പുറത്തുനിന്നുമൊക്കെ ധാരാളം ആരാധകർ എത്താൻ സാധ്യതയുണ്ടെന്നാണ് സംഘാടക സമിതിയെ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ലോക പ്രശസ്തരായ അദ്ദേഹത്തിൻ്റെ ഒരു സംഗീതം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം, മറ്റ് സംഗീത കച്ചേരികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പ്രദേശത്ത് അദ്ദേഹം എത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യം ഈ സംഗീത സദസ്സിനുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും ഈ സംഗീത വിരുന്നിലേക്ക് വളരെ ആത്മാർത്ഥമായി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. കുഞ്ഞൻ നായർ സ്മാരക വായനശാലയും കൊടുമുണ്ട ഉദ്ഭുത കേരളം വിജ്ഞാന കേന്ദ്രവും കൂടി സംയുക്തമായാണ് ഈ പരിപാടി. മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം TP രാമൻകുട്ടി മാസ്റ്റർ, വായനശാല പ്രസിഡന്റ് K മുഹമ്മദ് കുട്ടി, K ഉണ്ണികൃഷ്ണൻ, N ഗോപിനാഥൻ, K രവീന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ദേശീയപാതയ്ക്ക് മുകളിൽ അപകടക്കെണിയായി കൂറ്റൻ ചീനിമരം. മരത്തിന്റെ മിക്ക ശിഖരങ്ങളിലും ദ്വാരം വീണ നിലയിലാണ്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ നാട്ടുകൽ പാറപ്പുറത്താണ് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയായി മരം നിൽക്കുന്നത്. മരത്തിന്റെ മിക്ക ശിഖരങ്ങളിലും ദ്വാരങ്ങൾ വീണിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗങ്ങളിൽ ഉണക്ക ഭീഷണിയും നേരിടുന്നു. പാതയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ശിഖരങ്ങളാണ് ഈ രീതിയിൽ അപകടാവസ്ഥയിലുള്ളത്. പാതയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് മാത്രമല്ല, മരത്തിന് ചുവട്ടിൽ വിശ്രമത്തിനായി നിർത്തിയിടുന്ന ദീർഘദൂര വാഹനങ്ങൾക്കും അപകട ഭീഷണിയാണ് മരം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പാതയോരങ്ങളിലെ മരങ്ങൾ മുറിച്ചു നീക്കിയിരുന്നു. ഇതിൽ പെടാത്ത മരമാണിത്. അപകട ഭീഷണി കണക്കിലെടുത്ത് മരം ഉടൻ മുറിച്ചു നീക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ട വകുപ്പുകൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മരത്തിന്റെ അപകടാവസ്ഥ പ്രദേശവാസികൾ സോഷ്യൽ മീഡിയകൾ വഴിയും പ്രചരിപ്പിച്ചിരുന്നു. കരിമ്പുഴ കോട്ടപ്പുറം തിരുവിളയനാട് ക്ഷേത്രത്തിന്റെ കീഴിലുള്ള ആറാട്ടുകുളം നവീകരണ ഉദ്ഘാടനം നടത്തി. PMKSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി 56.83 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുളം നവീകരിക്കുന്നത്. നിർമ്മാണ ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. കുളം നവീകരണം പൂർത്തിയാക്കാനും കരഭാഗം മിനി ഗാർഡൻ പോലെയാക്കി മനോഹരമാക്കാനും മതിയായ തുക കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലൂടെ നൽകാമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MP അറിയിച്ചു. ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി, ജനക്ഷേമകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കി. ഒരുപക്ഷെ ഞാൻ പാലക്കാട് ജില്ലയിൽ ഒരുപാട് പഞ്ചായത്തിൽ പോയപ്പോൾ ഈ വയോധികരായിട്ടുള്ള നമ്മുടെ സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർ അവർക്ക് പോഷകാഹാര കിറ്റ് കൊടുക്കുന്ന ഒരു പരിപാടിക്ക് ഞാൻ വന്നിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് മുഖ്യാതിഥിയായി. നിർമ്മാണ കമ്മിറ്റി പ്രസിഡന്റ് P ഉണ്ണികൃഷ്ണൻ, C ചാമി, T ഷീജ, P മോഹനൻ, K സുബ്രഹ്മണ്യൻ, KT ചന്ദ്രൻ, K നിഷാദ്, P ഉണ്ണികൃഷ്ണൻ, P അശോകൻ, രാജേന്ദ്രൻ, A മൻസൂറ എന്നിവർ സംസാരിച്ചു. RSSന്റെ 100ാം വാർഷികം കരിമ്പുഴ പഞ്ചായത്തിലും പദസഞ്ചലനവും പൊതുപരിപാടിയും നടന്നു.
കോട്ടപ്പുറം 16 നിന്നും ആരംഭിച്ച് കണ്ണീർക്കാവ് മൈതാനിയിൽ പഥസഞ്ചലനം സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുപരിപാടിയിൽ റിട്ടയർഡ് ഡിവൈഎസ്പി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ശ്രീരാമൻ വിജയദശമി സന്ദേശം നൽകി. 100ാം വാർഷികത്തിന്റെ ഭാഗമായി കരിമ്പുഴ പഞ്ചായത്തിൽ 100ഓളം സ്വയംസേവകർ പഥസഞ്ചലനത്തിൽ പങ്കെടുത്തു. മണ്ഡൽ കാര്യവാഹക വിജീഷ്, ഗണ്ഡ ബൗദ്ധി പ്രമുഖ് ബാബുരാജ് എന്നിവർ സംസാരിച്ചു. കുലുക്കല്ലൂർ മുളയങ്കാവ് മാധവ വാദ്യ വിദ്യാലയം ഏർപ്പെടുത്തിയ മാധവ് പുരസ്കാരം കലാമണ്ഡലം ഗുരുവായൂർ രാജന് സമ്മാനിച്ചു. ചടങ്ങിൽ രാഷ്ട്രീയ പൊതുരംഗത്തുള്ളവരും പങ്കെടുത്തു. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം വിദ്യാലയത്തിന്റെ വാർഷികാഘോഷ ചടങ്ങിൽ ശ്രീരാമജയം കുട്ടൻ സമ്മാനിച്ചു. വാദ്യകലാകാരന്മാർക്കാണ് പുരസ്കാരം നൽകി വരുന്നത്. എഴുവന്തല ശ്രീരാമജയൻ രാമചന്ദ്രൻ നായരുടെ സ്മരണയ്ക്കായാണ് പുരസ്കാര തുക നൽകുന്നത്. ചടങ്ങ് കുലുക്കല്ലൂർ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ എം കെ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. അഭയൻ കൃഷ്ണൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം ബാലഗംഗാധരൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഗോപകുമാർ, മുളയൻകാവ് അരവിന്ദാക്ഷൻ, പി എം ദിവാകരൻ, ഉണ്ണികൃഷ്ണൻ, സുനിൽ, തൊട്ടിങ്ങൽ മുരളി, മുളയൻകാവ് അജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മനുഷ്യരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന, അവരുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിത പ്രയാണത്തിലൊക്കെ തന്നെ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് കലാപ്രവർത്തനം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കല എന്ന് പറയുന്നത് ജനകീയമായ ഈ അവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് കല വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രം പ്രാപ്യമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിന്റെ ഒരു തുടർച്ചയിലാണ് ഈ പറഞ്ഞതുപോലെ 93-ലാണ് മാധവവാദ്യ വിദ്യാലയം ഇവിടെ ആരംഭിക്കുന്നത്. ആ ആരംഭിക്കുന്ന സമയം മുതൽ ഇന്ന് ഈ 2025 എത്തി നിൽക്കുന്നത് വരെ വെറുതെ കുട്ടികളെ പഠിപ്പിക്കുക എന്നത് മാത്രമല്ല, കലയെ വളരെ ജനകീയമാക്കി മാറ്റുന്നതിന് അല്ലെങ്കിൽ എല്ലാവരിലേക്കും കലയെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ തരത്തിലുള്ള പരിഷ്കരണ പ്രവർത്തനങ്ങൾ കൂടി മാധവവാദ്യ വിദ്യാലയം ഏറ്റെടുത്തിട്ടുണ്ട് എന്നത് വിദ്യാലയത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു ഇടവേള കൂടി. വാർത്തകളിലേക്ക്. വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയും പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു. പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പലസ്തീനയാകെ നാമാവശേഷമാക്കുന്ന രീതിയിലുള്ള ആയുധവർഷമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഗസയിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ ചിത്രം ലോകത്തിന് മറക്കാനാകില്ലെന്നും മുനീബ് കാരക്കുന്ന് പറഞ്ഞു. അമേരിക്കൻ പിന്തുണ ഉള്ളതുകൊണ്ട് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചാണ് ആക്രമണങ്ങൾ തുടരുന്നതെന്നും മുനീബ് കാരക്കുന്ന് പറഞ്ഞു. വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈദാലി വലമ്പൂർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. FITU ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ പുഴയ്ക്കൽ, വെൽഫെയർ പാർട്ടി മങ്കട മണ്ഡലം സെക്രട്ടറി ആബിദ് അലി, യൂത്ത് ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ KT, ജമാഅത്തെ ഇസ്ലാമി തിരൂർക്കാട് ഏരിയ പ്രസിഡന്റ് ഖാലിദ് അന്തമാൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി, ഫ്രറ്റേണിറ്റി മങ്കട മണ്ഡലം സെക്രട്ടറി അഷ്ഫാഖ്, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗം സ്വാലിഹ നൌഷാദ്, പാർട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, നൌഷാദ് അരിപ്ര തുടങ്ങിയവർ സംസാരിച്ചു. നസീമ മദാരി, സാഹിദ സഹീദ്, മനാഫ് തോട്ടോളി, നജിയ മുഹസിൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പാലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യക്കുരുതിയിൽ പ്രതിഷേധിച്ച് വിവിധ മഹല്ല് കേന്ദ്രങ്ങളിൽ വെള്ളിയാഴ്ച പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സദസ്സ് നടന്നു. ഗസയിൽ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം കൊല്ലപ്പെടുന്നതിനും പലസ്തീൻ ജനത ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനും കാരണക്കാരായ ഇസ്രായേലിന്റെ കിരാത നടപടികൾക്കെതിരെ മഹല്ല് കേന്ദ്രങ്ങളിൽ വെള്ളിയാഴ്ച പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ പാതാക്കര മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗസയുടെ കണ്ണീരിനൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തി ഫലസ്തീൻ ഐക്യദാർഢ്യ കോർണർ സംഘടിപ്പിച്ചു. പാതാക്കര പള്ളിക്ക് സമീപം സംഘടിപ്പിച്ച സദസ്സ് PK മുഹമ്മദ് കോയ തങ്ങൾ പലസ്തീൻ ഐക്യദാർഢ്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് ഉദ്ഘാടനം ചെയ്തു. മഹല്ല് ഖത്തീബ് നിസാർ ഫൈസി അധ്യക്ഷത വഹിച്ചു. മഹല്ല് ഭാരവാഹികളായ കൊളക്കട കുഞ്ഞുട്ടി ഹാജി, താണികൻ അലി, ആലിക്കൽ അബുഹാജി, പൂക്കുഞ്ഞി തങ്ങൾ, പച്ചിരി ഫാറൂഖ് തുടങ്ങിയവർ പങ്കെടുത്തു. സുന്നി മഹല്ല് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പുത്തനങ്ങാടി ശുഹദ ജുമാ മസ്ജിദും പലസ്തീൻ ഐക്യദാർഢ്യ കോർണർ സംഘടിപ്പിച്ചു.
ഇനി കാണാം ഷോർട്ട് ന്യൂസ്. മലബാർ സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ PK സുധാകരൻ മാസ്റ്റർ അനുസ്മരണം നടത്തി. ചെർപ്പളശ്ശേരി ശബരി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം P. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിജയൻ കടാങ്കോട് അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരി ശാലിനി മുരളി മുഖ്യപ്രഭാഷണം നടത്തി. വെള്ളിനേഴി രാമൻകുട്ടി, ബിജുമോൻ പന്തിരുകുലം, B. രാജൻ എരവിമംഗലം, മലബാർ സൗഹൃദ വേദി സെക്രട്ടറി ഗോപൻ എഴക്കാട്, ജമാൽ അബ്ദുൾ നാസർ, NK മുസ്തഫ കച്ചേരിക്കുന്ന്, മുരളീധരൻ എന്നിവർ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണത്തിലും അദ്ദേഹത്തിൻ്റെതായ വ്യക്തിത്വം വഹിച്ചു. യാതൊരു ചടങ്ങുകളും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി മറ്റു ഭൗതിക ശരീരം വിട്ടുകൊടുക്കണമെന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയക്കാരോട് കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മരണാന്തര ചടങ്ങുകളൊന്നുമില്ലാതെ ഒരു സാധാ മനുഷ്യനായി അദ്ദേഹം വിടവാങ്ങുകയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഒറ്റപ്പാലം മണ്ണാർക്കാട് റൂട്ടിൽ കടമ്പൂർ പള്ളി മുതൽ പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വരെ റോഡിന്റെ ഇരുവശങ്ങളിലും വഴിയാത്രക്കാർക്ക് തടസ്സമായി നിൽക്കുന്ന കുറ്റിക്കാടുകൾ BJP പൂക്കോട്ടുകാവ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെട്ടി വൃത്തിയാക്കി. ശ്രീകൃഷ്ണപുരം മണ്ഡലം ജനറൽ സെക്രട്ടറി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുജിൻ പൂക്കോട്ടുകാവ്, ജനറൽ സെക്രട്ടറി അരുൺ ശ്രാമ്പിക്കൽ, സുരേഷ് K. വിശ്വനാഥൻ, അരുൺ പകരാവൂർ, വിനീത്, ബാബു, രാജേഷ് മുന്നൂർക്കോട് തുടങ്ങിയവർ പങ്കെടുത്തു. പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ കടമ്പൂർ പള്ളിക്ക് സമീപം ഉള്ള 2 റോഡിൽ മെയിൻ റോഡായിട്ടുള്ള ഒറ്റപ്പാലം മുതൽ മണ്ണാർക്കാട് വരെയുള്ള പ്രധാന റോഡിൻ്റെ ഇരുവശവും കാട് പിടിച്ചുകൊണ്ട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഈ റോഡ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിൻ്റെ ഇരുവശത്തെയും കാട് വെട്ടി വൃത്തിയാക്കി യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഉതകുന്ന രീതിയിൽ ശുചീകരിക്കുക എന്നുള്ള പ്രവർത്തനത്തിലാണ് പൂക്കോട്ടുകാവ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റി. ഈ പ്രവർത്തനത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. കോടിയേരി ബാലകൃഷ്ണൻ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് CPM ചുനങ്ങാട് 1-ാം മൈൽ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഇതിന്റെ ഭാഗമായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന പങ്കീരിക്കുളം വൃത്തിയാക്കി. പ്രദേശത്തെ മുഴുവൻ പാർട്ടി പ്രവർത്തകരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. മണ്ണാർക്കാട് കുമരംപുത്തൂർ പന്നിക്കോട്ടിരി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി N. പ്രതിഭ മേനോൻ, KR മാളവിക, KR കീർത്തന എന്നിവർ അവതരിപ്പിച്ച സംഗീതാർച്ചന അരങ്ങേറി. വൈഷ്ണവ് കല്ലാറ്റ്, മനു പാലക്കാട് എന്നിവർ വയലിനിലും, വിവേക് പനിയാനമറ്റ, അഭിനന്ദ് ശ്രീകൃഷ്ണപുരം എന്നിവർ മൃദംഗത്തിലും പക്കമേളമൊരുക്കി. കോങ്ങാട് കുണ്ടുവംപാടം ചെറുകുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ വിജയദശമി ആഘോഷിച്ചു. മേൽശാന്തി കുളങ്ങര ഗംഗാധരൻ നായരുടെ കാർമ്മികത്വത്തിൽ സരസ്വതി പൂജ നടന്നു. വിജയകുമാരി ടീച്ചറുടെ നേതൃത്വത്തിൽ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. വാഹനപൂജയുമുണ്ടായി. ഭക്തജനങ്ങൾ, ക്ഷേത്ര ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ബൈത്തു സക്കാത്ത് കേരളയും പെരിന്തൽമണ്ണ മസ്ജിദുൽ ഹുദയും ഹിലാൽ സക്കാത്ത് കമ്മിറ്റിയും സംയുക്തമായി പെരിന്തൽമണ്ണ ഒലിങ്കരയിൽ നിർമ്മിച്ച വീട് സമർപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി പെരിന്തൽമണ്ണ ഏരിയ പ്രസിഡന്റ് ഡോക്ടർ നിഷാദ് വീട് സമർപ്പണം നിർവഹിച്ചു. ബൈത്തു സക്കാത്ത് കേരള പ്രൊജക്ട് കോർഡിനേറ്റർ അനീസ് തിരുവിഴാങ്കുന്ന് അധ്യക്ഷത വഹിച്ചു. മസ്ജിദുൽ ഹുദ ആൻഡ് മസ്ജിദുൽ ഹിലാൽ സക്കാത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് സാദിഖ്, മസ്ജിദുൽ ഹുദ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി CS, ഭവന നിർമ്മാണ കമ്മിറ്റി കൺവീനർ സാജിദ്, ഡോക്ടർ മുഹമ്മദ് നബീൽ, ഷൈമ ഷമീർ, PP നിസാമുദ്ദീൻ എന്നിവർ സംസാരിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ മണപ്പുള്ളിക്കാവ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് നാടിന് സമർപ്പിച്ചു. 65 മീറ്ററോളം റോഡ് 3,50,000 രൂപ ചെലവിലാണ് കോൺക്രീറ്റ് ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ റോഡ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ആശാദേവി അധ്യക്ഷയായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലം അമ്പലപ്പാറ കടമ്പൂരിൽ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ മോഷണം. സ്വർണവും വെള്ളിയും തങ്കവും അടക്കം 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ മോഷണം പോയി. RJ ജ്വൽസ് ആഭരണ നിർമ്മാണശാലയിലാണ് മോഷണം നടന്നത്.
മദ്യവും മയക്കുമരുന്നുമാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന്റെ മുഖമുദ്രയെന്ന് VK ശ്രീകണ്ഠൻ MP. ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ കേരളം തകരുമെന്നും MP. വാഹന പരിശോധനയ്ക്കിടെ മോഷ്ടിച്ച ബൈക്കുമായി യുവാവ് ഒറ്റപ്പാലത്ത് പോലീസ് പിടിയിൽ. കോങ്ങാട് സ്വദേശി നൌഫിനാണ് പിടിയിലായത്. കോങ്ങാടും നൌഫിന്റെ പേരിൽ കേസുള്ളതായി പോലീസ്. പാലക്കാട് നിന്നും മണ്ണാർക്കാട്ടേക്കുള്ള ബസ്സുകൾ പാലക്കാട് മുനിസിപ്പൽ സ്റ്റാൻഡിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വീണ്ടും 2 മാസത്തേക്ക് സ്റ്റേ. ബസ്സുടമകളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. 2 മാസം കൂടി സ്റ്റേഡിയം സ്റ്റാൻഡിൽ തന്നെ വന്നു പോകണം. അന്തരിച്ച കോൺഗ്രസ് നേതാവ് PJ പൗലോസ് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാത്ത നേതാവെന്ന് KTDC അധ്യക്ഷൻ PK ശശി. മരണശേഷമാണെങ്കിലും ഇക്കാര്യം ചർച്ച ചെയ്യണം. PJ പൗലോസിന്റെ വസതിയിലെത്തി PK ശശി. തൂതപ്പുഴയിൽ മുങ്ങിത്താഴ്ന്ന പെൺകുട്ടിയെ രക്ഷിച്ച 22-കാരി ശ്രേയയ്ക്ക് അഭിനന്ദന പ്രവാഹം. തൂതപ്പുഴയിലെ ഏറ്റവും ആഴമേറിയ ഭാഗത്താണ് ശ്രേയ സാഹസികമായി 17-കാരിയെ രക്ഷിച്ചത്. ശ്രേയയുടെ ധീരതയ്ക്ക് നാടിന്റെയും ആദരം. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.